നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ അഭയകേന്ദ്രത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയോ? എന്തുപറ്റി? അഭയകേന്ദ്രത്തിൽ നിന്ന് അമ്മയെ റിലീസ് ചെയ്യുന്നതിന് ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞങ്ങൾ അക്കാര്യം സാറിനോട് സംസാരിക്കാനാ വന്നത്. അത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയല്ല സർ. അംബിക നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയല്ലേ? അല്ല സർ, ഞങ്ങൾക്ക് ആള് മാറിപ്പോയി. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഉദ്ദേശിച്ച അംബിക തന്നെയാ അവരെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ? നിങ്ങൾ ആ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞതുമാണല്ലോ. അല്ല, ഇതിനിടയിൽ പിന്നെ എന്താ സംഭവിച്ചേ? അഭയകേന്ദ്രത്തിലെ അംബിക ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മ തന്നെയാണെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങൾ മടങ്ങിയത്. പക്ഷെ ഫ്രണ്ട് അംബികയുടെ ഫോട്ടോ കണ്ടിട്ട് അതാ ഫ്രണ്ടിന്റെ അമ്മ അല്ലെന്നാ പറയുന്നേ. മോഴക്കുന്ന എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന 48 വയസ്സുള്ള വേറെ ഏതോ അംബികയത്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മ അംബികയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാറിന്റെ സഹായം ഇനിയും വേണം. അതിനാ ഞങ്ങൾ വന്നത്. സർ, അതേ സ്ഥലത്ത് താമസിച്ചിരുന്ന മറ്റൊരു അംബിക കൂടിയുണ്ട്. ആ അംബികയെ കണ്ടെത്തേണ്ടത്. അല്ല, നിങ്ങളുടെ ഈ ഫ്രണ്ട് ആരാ? ആ ഫ്രണ്ട് എന്താ കൂടെ വരാതിരുന്നേ? ഫ്രണ്ട് ഈ സ്ഥലത്തല്ല താമസിക്കുന്നത്. അല്ല, ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആള് അവനാണോ അവളാണോ? അത് അവളാണ് സർ. അവളുടെ അമ്മയെ കണ്ടെത്താൻ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറെ പരിശ്രമിച്ചിട്ടാ ഈ അംബികയെ തന്നെ കണ്ടെത്തിയത്. നിങ്ങൾ പറഞ്ഞ അംബികയെ കണ്ടെത്താൻ ചിലപ്പോ ഇനിയും കൂടുതൽ സമയമെടുക്കും. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. താങ്ക് യു സർ. ഞങ്ങളെന്താ ഇറങ്ങട്ടെ? ഓക്കെ. അയ്യോ, പോവേണോ? കാപ്പി കുടിക്കാതെ പോകല്ലേ. നിക്ക്, ഇപ്പൊ എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട ജോസഫേട്ട, ലേറ്റായ ഹോസ്റ്റലിലെ പ്രശ്നമാവും. വാ, ഇറങ്ങാം. കിരൺ, ഒന്ന് നിൽക്കണേ. എന്താ സർ? എനിക്കൊരു കാര്യം നിങ്ങളിൽ നിന്ന് അറിയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അനോണിമസ് കോൾസ് വരാറുണ്ടോ? അല്ല, അതായത് ഈ അൺനോൺ നമ്പർ കോൾസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ നമ്പർ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, അങ്ങനൊരു കോള് വന്നതായി റെക്കോർഡിലാവാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും കോൾസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു കോൾസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇല്ല സർ, അങ്ങനെയുള്ള കോൾസ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളൊന്ന് ചെല്ല്. ഗബ്രിയേൽ സാർ എന്തിനാ നമ്മളോട് അനോണിമസ് കോളിനെ കുറിച്ച് ചോദിച്ചത്? നമുക്ക് വന്ന അൺനോൺ നമ്പർ കോളിന്റെ പൊതു സ്വഭാവം അറിയുന്ന പോലെയാ സാർ അതിനകത്ത് സംസാരിച്ചേ. സാറിന് അതുപോലുള്ള കോൾസ് വന്നിട്ടുണ്ടാവും. നമുക്ക് വന്ന കോളിനെ പറ്റി സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു. നമുക്ക് സാറിൽ നിന്നും എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിയേനെ. ഗബ്രിയേൽ സാറിനോട് ആ കോൾസിനെ പറ്റി മിണ്ടിയ നമ്മൾ ആരവിനെ പറ്റി എല്ലാം പറയേണ്ടി വരും. ആ കോൾസിനെ പറ്റി പുറത്ത് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ. വാ പോവാ. ഇവരേതാ? ഗബ്രിയേൽ സാറിനെ കാണാൻ വന്നതാണോ? സാറിന്റെ പേഷ്യന്റ് ആയിരിക്കാം. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, നിങ്ങള് റോസ്മേരി ഹോസ്റ്റലിലെ പിള്ളേരാണല്ലേ? ഞങ്ങളെ മാഡത്തിന് എങ്ങനെ മനസ്സിലായി? നിങ്ങളെപ്പറ്റി ഗബ്രി എന്നോട് പറഞ്ഞിരുന്നു. ഇവർ സാറിന്റെ ആരായിരിക്കും? എനിക്കറിയില്ല. അല്ല, ഈ കൂട്ടത്തിൽ
കിരൺ ആരാ? ഞാനാണ് കിരൺ. ഓ, നീയാണോ കിരൺ? മാഡം ഇവളെ കുറിച്ച് മാത്രം എന്താ ചോദിച്ചേ? കിരണിനെ പറ്റി എപ്പോഴും ഗബ്രി പറയാറുണ്ട്. അല്ല, മാഡം ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ എമിലി റോസാരിയോ. നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം. ഇപ്പോ നിങ്ങൾ പോകാൻ ഇറങ്ങിയല്ലേ, ഞാൻ ഗബ്രി ഒന്ന് കാണട്ടെ. ആ ഹായ് ജോസഫ് ഏട്ടാ.